അപ്പോൾ നമുക്കൊരു തക്കാളി രസം ഉണ്ടാക്കിയാലോ. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത്. വെളിച്ചെണ്ണ ചൂടായപ്പം കടുകും ഉലുവയും പൊട്ടിച്ചെടുത്തു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ഒരു 5-6 തക്കാളി നല്ലോണം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇട്ട് കൊടുക്കുക. മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചാൽ പേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അത് നല്ലോണം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് നല്ല ജീരകം 1 സ്പൂണും കുരുമുളക് 1 സ്പൂണും പൊടിച്ചെടുത്തത് അതും ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊക്കെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് കായപ്പൊടി ഉണ്ടാവും കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് അതും നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊക്കെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞാണ്ട് അത് ഒഴിച്ചു കൊടുക്കുക. രസം കുറച്ച് ലൂസിലാണല്ലോ ഉണ്ടാവുക. അപ്പം നമുക്കിതൊക്കെ പാകത്തിന് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു പീസ് ശർക്കര. പിന്നെ അതിട്ട് കൊടുത്തിട്ട് തിളച്ച് കഴിഞ്ഞാൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ തക്കാളി രസം റെഡിയായി. വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.